free study materials, daily YouTube videos, hot topics il weekly live classes, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, ഓൺലൈൻ ക്വിസുകൾ, PSC ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി PSC പരീക്ഷാ മാതൃകയിലുള്ള മോക്ക് ടെസ്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ PDF നോട്ട്സ്, എക്സാം അപ്ഡേറ്റുകൾ, PSC നോട്ടിഫിക്കേഷൻ, കൂടാതെ കേരള PSC എഴുതാൻ ആവശ്യമായ സ്മാർട്ട് ടിപ്സ് വെബിനാറിലൂടെ സിലബസ് എന്താണ്, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക തുടങ്ങിയൊക്കെ ഫ്രീ ആയി ലഭിക്കുന്നതിന് ഞങ്ങളുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോവെജു. ഞാൻ രഘുനന്ദനൻ MB. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ടതാണ്. LDC LGS അതുപോലെ തന്നെ വരാൻ പോകുന്ന 10th Prelims LGS പരീക്ഷകൾക്കൊക്കെ ഒരു ചോദ്യം ഇവിടുന്ന് പ്രതീക്ഷിക്കാം. 2022 ഫിഫ ലോകകപ്പ് ഏത് രാജ്യത്താണ് നടന്നത്? ഏത് രാജ്യത്താ? ഖത്തറിലാണ് അല്ലേ? വിജയി ഓർത്തു വെക്കണം, അർജന്റീന ആണ് ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പ് 2022 പരാജയപ്പെടുത്തിയത് ഫ്രാൻസിനെയാണ്. ഫൈനൽ മത്സരം അർജന്റീനയും ഫ്രാൻസും തമ്മിലായി, ഓർത്തു വയ്ക്കുക. അപ്പോൾ 2022 ഫിഫ ലോകകപ്പ്, ഫുട്ബോൾ കപ്പ്, അത് നടന്നത് ഖത്തറിൽ. ഫൈനൽ മത്സരങ്ങൾ അർജന്റീനയും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലായിരുന്നു. ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ലോകകപ്പ് അടിച്ചെടുത്തത്. അപ്പോൾ 4 വർഷത്തിലൊരിക്കലാട്ടോ ലോകകപ്പ് നടക്കുക. അപ്പോൾ 2022 നടന്നാൽ ഇനി 2026 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. നമുക്ക് പഠിക്കാം. ലോകകപ്പ് ആദ്യം നടന്നത് 1930 ഉറുഗ്വേയിലാണ്. ലോകകപ്പ് ആദ്യം നടന്നത് എവിടെയാണ്? ഉറുഗ്വേയിൽ 1930. ഇപ്പം 2022 ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ഏതാണ്? അർജന്റീന. ഓക്കെ. 2022 ഫിഫ ലോകകപ്പ് മത്സരത്തിൽ ഫൈനലിൽ ഏതൊക്കെ ടീമുകളാണ് മത്സരിച്ചത്? അർജന്റീനയും ബ്രസീലുമാണ്. ആദ്യം ഈ ഫിഫ ലോകകപ്പ് ട്രോഫി ജൂൾസ് റിമെറ്റ് ട്രോഫി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ടൂർണമെന്റ് നിർദ്ദേശിച്ച ഫ്രഞ്ചുകാരനാണ് ജൂൾസ് റിമെറ്റ്. ആ ജൂൾസ് റിമെറ്റിന്റെ പേരിലാണ് ഈ ലോകകപ്പ് 1970 വരെ, 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച് 1970 വരെ അറിയപ്പെട്ടിരുന്നത്. 1970 ഫിഫ ലോകകപ്പ് എന്നുള്ള പേര് അത് സ്വീകരിക്കുന്നത്. 2022 ഫിഫ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയത് ആരാണ്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കിലിയൻ എംബാപ്പെ. ഒരു ബാപ്പുണ്ട് എന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലേ? മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും. ഒരു ബാപ്പയാണ്. ഇവിടെ സെവൻസ് ഫുട്ബോളൊക്കെ വളരെ ആവേശമാണ് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഒരു ബാപ്പയാണ് എന്ത് ഗോൾഡൻ ബൂട്ട് നേടിയത് എന്ന് ഓർത്തു വെച്ചാൽ മതി. കിലിയൻ എംബാപ്പെ. ഫുട്ബോൾ അറിയുന്നവർക്ക് ഈ പേരോർക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പം 2022 ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ആളുകൾക്കാണ് ഗോൾഡൻ ബൂട്ട് ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അത് കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പെ ഫ്രാൻസിൻ്റേതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർക്കുക, ഫ്രാൻസും അർജന്റീനയും തമ്മിലായിരുന്നു മത്സരം. അർജന്റീനയാണ് വിജയിച്ചത്. ഖത്തറിലാണ് നടന്നത് 2022. അതിലെ ഗോൾഡൻ ബൂട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പയാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗോൾഡൻ ബൂട്ട്. ഗോൾഡൻ ഗ്ലൗ എന്താണ് നിങ്ങൾക്കറിയാലോ? എമിലിയാനോ മാർട്ടിനസ്, അർജന്റീനയുടെയാണ് ഗോൾഡൻ ഗ്ലൗ. നല്ല വിക്കറ്റ് ഗോൾ കീപ്പർ അല്ലേ? ഗോൾഡൻ ഗ്ലൗ ആർക്കാണ്? എമിലിയാനോ മാർട്ടിനസ്. അപ്പോൾ ആളൊരു സ്മാർട്ടായിട്ട് ബോളുകൾ പിടിച്ചു എന്ന് വിചാരിച്ചാൽ മതി. അർജന്റീന. ഗോൾഡൻ ബോൾ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരൻ, സംശയം വേണ്ട, ലയണൽ മെസ്സി. അറിയാത്തവരുണ്ടാവില്ല, അർജന്റീനയുടെയാണ്. യങ് പ്ലെയർ, തിരഞ്ഞെടുക്കപ്പെട്ട യങ് പ്ലെയർ എൻസോ ഫെർണാണ്ടസ് ആണ്. യങ് പ്ലെയർ. ഫിഫ
ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത് ഇംഗ്ലണ്ടിനാണ്. ഇപ്പം ഖത്തറിൽ വെച്ച് നടന്നു. അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരുന്നു മത്സരം. അർജന്റീനയാണ് കപ്പ് അടിച്ചെടുത്തത്. ഫ്രാൻസാണ് രണ്ടാം സ്ഥാനത്ത്. എംബാപ്പയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയത്. ഗോൾഡൻ ഗ്ലൗ നേടിയത് ആരാണ്? എമിലിയാനോ മാർട്ടിനസ്. സ്മാർട്ടാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഏറ്റവും നല്ല കളിക്കാരൻ ഗോൾഡൻ ബോൾ, ടൂർണമെന്റിലെ ഏറ്റവും മികച്ച കളിക്കാരൻ, അതാണ് ഗോൾഡൻ ബോൾ, ലയണൽ മെസ്സിയാണ്. യങ് പ്ലെയർ എൻസോ ഫെർണാണ്ടസ് ആണ്. ഫിഫ ഫെയർ പ്ലേ അവാർഡ് ഇംഗ്ലണ്ടിനാണ്. ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത്, അതിനൊരു പേരുണ്ട്. ആ പേര് അൽ റിഹല എന്നാണ്. ടെൽസ്റ്റാർ കഴിഞ്ഞ കളിയുടേതായിരുന്നു. ഇത് അൽ റിഹല ആണ്. അൽ റിഹല ഓർത്തു വയ്ക്കുക. അൽ റിഹല ഒരു അറബി വാക്കാണ്. ഇബ്ന ബത്തൂത്ത എഴുതിയ യാത്രാ വിവരണത്തിന്റെ പേരിലാണ്. ഇബ്ന ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരി എഴുതിയ, ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം, എഴുതിയ യാത്രാ വിവരണത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അൽ റിഹല ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള മഷികളും പശകളും ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ ലോകകപ്പ് പന്താണ് അൽ റിഹല. ക്വാർട്ടർ ഫൈനൽ വരെ അൽ റിഹലയാണ് ഉപയോഗിച്ചിരുന്നത്. സെമി ഫൈനലിലും ഫൈനലിലും അൽ ഹിൽം എന്ന പന്താണ്. 1930 ഉറുഗ്വേയിൽ നടന്ന ലോകകപ്പിൽ ഔദ്യോഗിക പന്തുണ്ടായിരുന്നില്ല. ഉറുഗ്വേയും അർജന്റീനയും, അന്നും ഏറ്റുമുട്ടിയത് ഉറുഗ്വേയും അർജന്റീനയുമാണ്, സ്വന്തം പന്തുകൾ കൊണ്ടുവന്നത്. ഒപ്പം ഓർക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ ഫുട്ബോളുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. അതായത് 2/3 ഫുട്ബോളുകളും പാകിസ്ഥാനിൽ നിന്നാണ്. സിയാൽകോട്ടയാണ് ഇതിൻ്റെ പ്രധാന കേന്ദ്രം. ഇനി ഭാഗ്യചിഹ്നം ഏതാ? ഫിഫ ലോകകപ്പ് 2022 ഭാഗ്യചിഹ്നം ലയീബ് ആണ്. എന്താണ് ലയീബ്? ഏറ്റവും സ്മാർട്ടായ, ഇൻ്റലിജൻ്റ് ആയ കളിക്കാരൻ എന്നർത്ഥമുള്ള ഒരു അറബി വാക്കാണിത്. സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നാണ് ലയീബിൻ്റെ അർത്ഥം. ലയീബായിരുന്നു 2022 ഔദ്യോഗിക മാസ്കറ്റ്, ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഫിഫ ലോകകപ്പ് 2022 ഓർത്തു വയ്ക്കുക. ഇത് 22ാമത്തെ ഫിഫ ലോകകപ്പാണ്. 2022 ഇനി അടുത്തത് 23 ഇട്ടാ. 2026 വരിക, പക്ഷേ 23 ഓർത്തു വെക്കണം. മത്സരങ്ങൾ 64 മത്സരങ്ങളാണ് നടന്നത്. വിജയി അർജന്റീന, 2ാം സ്ഥാനം ഫ്രാൻസ് ആണ്. ക്രൊയേഷ്യയാണ് 3ാം സ്ഥാനം. 4ാം സ്ഥാനം മൊറോക്കോ ആണ്. ഫെയർ പ്ലെയർ അവാർഡ് ഇംഗ്ലണ്ടിനാണ്, മറന്നു പോകണ്ട. ഈ ലോകകപ്പിന് ഒട്ടനവധി സവിശേഷതകളുണ്ട്. എന്തെല്ലാമാണ് സവിശേഷതകൾ? അറബ് ലോകത്തെ ആദ്യത്തെ ലോകകപ്പാണ്. അറബ് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പാണ് ഏതെന്ന് പറയുന്നത് ഈ ഖത്തറിൽ 2022 നടന്ന ലോകകപ്പ്. ശൈത്യകാല ലോകകപ്പാണ്. സാധാരണയായി ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ലോകകപ്പ് നടക്കാറ്. പക്ഷേ ഖത്തറിൽ നടന്ന ഈ ലോകകപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഖത്തറിലെ കടുത്ത വേനൽ ചൂട് കാരണമാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ. അപ്പോൾ സാധാരണയായി ശൈത്യകാലത്ത് നടക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്നത് നവംബർ ഡിസംബറിലാണ്. കോമ്പാക്റ്റ് ടൂർണമെൻ്റ് ആണ്. എല്ലാ സ്റ്റേഡിയങ്ങളും പരസ്പരം അടുത്തായിരുന്നു. അധിക ദൂരമൊന്നും സഞ്ചരിക്കേണ്ടാത്ത ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. അത്യന്താധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്നു. ശീതീകരണ സംവിധാനം ഉണ്ടായിരുന്നു എല്ലായിടത്തും. അപ്പോൾ ഒന്നും കൂടിയും ഓർക്കാം, എന്തെല്ലാമാണ് സവിശേഷതകൾ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത വരുന്നുണ്ട്, കാത്തിരിക്കുക. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് അറിച്ചാൽ മതി, ശൈത്യകാലത്ത് നടക്കുന്നത് ഇവിടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഖത്തറിൽ നടന്നത്. ഒരു കോമ്പാക്ട് ടൂർണമെൻ്റ് ആയിരുന്നു. സ്റ്റേഡിയങ്ങളൊക്കെ വളരെ അടുത്തായിരുന്നു. അറബ് ലോകത്ത് നടക്കുന്ന ആദ്യത്തെ ലോകകപ്പാണ്. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പെ, ഗോൾഡൻ ബോൾ ലയണൽ മെസ്സി, ഗോൾഡൻ ഗ്ലൗ എമിലിയാനോ മാർട്ടിനസ്, യങ് പ്ലെയർ അവാർഡ് എൻസോ ഫെർണാണ്ടസ്. ഓർത്തു വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാപ്പയാണ് കൂടുതൽ ഗോളുകൾ നേടിയത്. മെസ്സിയാണ് ഗോൾഡൻ ബോൾ, ഏറ്റവും മികച്ച കളിക്കാരൻ. സ്മാർട്ടായ ഒരാളാണ്, ഈ ബോളുകളൊക്കെ നല്ല കീപ്പറായിരുന്നത്, അർജന്റീനയുടേതാണ്. യങ് പ്ലെയർ ഒരു ഫ്രണ്ടാണ്, നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് വിചാരിക്കുക, ഫ്രണ്ട് ഫെർണാണ്ടസ്, എൻസോ ഫെർണാണ്ടസ് എൻ്റെ ഫ്രണ്ട്. ഫിഫ പ്ലെയർ അവാർഡ് ഇംഗ്ലണ്ടിനാണ്. ഔദ്യോഗിക പന്ത് സെമി ഫൈനൽ വരെ അൽ റിഹല, അത് കഴിഞ്ഞാൽ അൽ ഹിൽം. ഭാഗ്യചിഹ്നം ഔദ്യോഗിക മാസ്കറ്റ് ലയീബ്. ആദ്യ മത്സരം ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു. ഇക്വഡോറാണ് വിജയിച്ചത്. ഫൈനൽ അർജന്റീന വേഴ്സസ് ഫ്രാൻസ്. 4-2 ഗോളുകൾക്കാണ് അർജന്റീന വിജയിച്ചത്. 2022
ഫിഫ ലോകകപ്പിൽ പുരുഷ ലോകകപ്പ് മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരായിരുന്നു? ഫിഫ ലോകകപ്പിൽ ആദ്യമായി 3 വനിതാ റഫറിമാർ വന്നു. അത് ഖത്തറിലെ ലോകകപ്പിലായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ്. അവരുടെ പേര് സ്റ്റെഫാനി ഫ്രപ്പാർട്ട്. ഓർത്തു വയ്ക്കാൻ എന്താണ് ഒരു കോഡ്? നിങ്ങൾക്ക് സ്വന്തം കോഡ് ഉണ്ടാക്കാം. സ്റ്റെഫാനി ഫ്രപ്പാർട്ട്. എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ പരിചയമുള്ള വാക്കുണ്ട്? പാർട്ട് ഉണ്ട് അല്ലേ? സ്റ്റെഫാനി. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ അവരുടെ ഒരു ഫാനാണ് അല്ലേ? പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ച ഫാനാണ്. അപ്പം നിങ്ങൾക്കറിയാം, പുരുഷന്റെ നല്ല പകുതി സ്ത്രീ എന്നോ സ്ത്രീയുടെ നല്ല പകുതി പുരുഷൻ എന്നും പറയാം അല്ലേ? ഇനി വനിതകൾ ദേഷ്യപ്പെടണ്ട. അപ്പോൾ പാർട്ട് ഒരു പാർട്ടാണ് അല്ലേ? സ്ത്രീയുടെ ഒപ്പം തന്നെ ഒരു പുരുഷന്റെ ഒപ്പം തന്നെ പരിഗണിക്കേണ്ടതാണ്. ആ പാർട്ടിനെ കൂടി പരിഗണിച്ച ലോകകപ്പാണ് പുരുഷ ലോകകപ്പ് വനിതകൾ നിയന്ത്രിച്ചു. പാർട്ട്. ഓക്കെ. സ്റ്റെഫാനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഫാനാണ് ഇപ്പം എല്ലാവരും. അത് ആലോചിച്ചാൽ മതി. 2022 ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. എന്താ കാരണം? പുരുഷ ലോകകപ്പിൽ ആദ്യത്തെ വനിതാ റഫറിമാർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. 3 വനിതകളാണ്. സ്റ്റെഫാനി ഫ്രപ്പാർട്ട് ഫ്രാൻസ് ആണ്. 2ാം സ്ഥാനം നേടിയ ഫ്രാൻസ് തന്നെ. ജർമ്മനിയും കോസ്റ്റോറിക്കയും തമ്മിലുള്ള ഗ്രൂപ്പ് മത്സരം നിയന്ത്രിച്ചുകൊണ്ടാണ് അവർ രംഗത്തെത്തുന്നത്. ആദ്യ വനിത എന്ന. അപ്പം ഈ മത്സരം കൂടി ആലോചിച്ചോളൂ. ജർമ്മനിയും കോസ്റ്ററിക്കയുമാണ്. ഓക്കെ. അപ്പോൾ വനിതാ ലോകകപ്പ് ഫൈനലൊക്കെ മത്സരിച്ച് നിയന്ത്രിച്ച് പരിചയമുള്ള ആളാണ് സ്റ്റെഫാനി. അടുത്തത് സലിമ മുഗൻ സംഘ, റുവാണ്ട. സലിമ മുഗൻ സംഘ. അവിടെ മുഗൻ എന്ന് നിങ്ങൾക്കറിയാം. അധികം മുണ്ടൊന്നുമില്ല, പക്ഷെ ആൾ സ്മാർട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, വലിയ വർത്തമാനമൊന്നുമില്ല. അപ്പം മുഗൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി, മൂഗൻ എന്ന് ഓർത്ത് വെച്ചാൽ മതി. സലിമ മുഗൻ സംഘ. ഓക്കെ. അവരായിരുന്നു മറ്റൊരാൾ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വനിത എന്ന് പറയുന്നത് യോഷിമ യമഷിതയാണ്. യോഷിമി യമഷിത ജപ്പാനാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അല്ലേ? യോഷിമി യമഷിത. അപ്പോൾ അവിടെ നമുക്കറിയാം ഷെമ്മി ഇട്ട അല്ലേ? നമ്മളിപ്പോൾ സാധാരണ ഷെമ്മി ഇട്ട കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക. യമഷിത. അവിടെ ഷെമ്മി എന്ന് ഓർത്തു വെച്ചാൽ മതി അല്ലേ? അപ്പോൾ അവിടെ മെക്സിക്കോയും പോളണ്ടും നിയന്ത്രിച്ച മത്സരമാണ്. അപ്പോൾ യോഷിക്കി യമഷിതയുണ്ട്. അതുപോലെ മറ്റൊരാൾ ആരാണ്? മൂഗൻ അല്ലേ? മുഗൻ സംഘ. മറ്റൊരാളാണ് നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങളതിൻ്റെ ഫാനൊക്കെയാണ്, പാർട്ടാണ്. അപ്പോൾ ഫ്രപ്പാർട്ട് സ്റ്റെഫാനി. അതിൽ സ്റ്റെഫാനി ഫ്രപ്പാർട്ടാണ് ആദ്യ മത്സരം നിയന്ത്രിച്ചത്. ജർമ്മനിയും കോസ്റ്റോറിക്കയും തമ്മിലുള്ള മത്സരമാണ് അവർ നിയന്ത്രിച്ചത്. ഓക്കെ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ 2022 ലോകകപ്പ് ഫൈനലിൽ ട്രോഫി അനാവരണം ചെയ്തത് ഒരു ഇന്ത്യൻ സിനിമാ താരം കൂടിയാണ്. അവരുടെ പേര് ഓർത്തു വെക്കണം. ദീപിക പദുക്കോണാണ്. ഫൈനൽ വേദിയിൽ ട്രോഫി അനാവരണം ചെയ്തത് ദീപിക പദുക്കോണാണ്. അപ്പോൾ ഖത്തറിലെ ഈ 2022 ലോകകപ്പ് പല കാര്യങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. അതൊരു കാർബൺ ന്യൂട്രൽ കപ്പാണ്, അതിനെക്കുറിച്ച് പറയാം. അതുകൂടാതെ വനിതകൾ ആദ്യമായി ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ഒരു ലോകകപ്പാണ്. 3 വനിതകളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആദ്യമായി അറബ് ലോകത്ത് നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പാണ്. ഈ പ്രത്യേകതകളൊക്കെ തന്നെ 22ാമത് ലോകകപ്പിന്, ഖത്തറിൽ നടന്ന 2022 ലോകകപ്പിന് എന്താണ് പ്രത്യേകതയാണ്. അത് മാത്രമല്ല ദീപിക പദുക്കോൺ, അത് ഓർത്തു വെക്കണം, ഒരു ഇന്ത്യക്കാരിയാണ് കപ്പ് അനാവരണം ചെയ്തത്. ഇനി 2026 ഫിഫ ലോകകപ്പ് ഏതെല്ലാം രാജ്യങ്ങളാണ് സംയുക്തമായി ചേരുന്നത്? ഒന്ന് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ. യുണൈറ്റഡ് സ്റ്റേറ്റ്സും മെക്സിക്കോയും കാനഡയും കൂടി സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. അപ്പോൾ 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണ്. 48 ടീമുകൾ പങ്കെടുക്കുന്ന ആദ്യ ലോകകപ്പാണ്. ഖത്തറിൽ നടന്ന ലോകകപ്പ് എന്ന് പറയുന്നത് കാർബൺ ന്യൂട്രൽ കപ്പാണ്. ടൂർണമെന്റിലെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സാങ്കേതിക പദം നിങ്ങൾ അറിയേണ്ട, വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഒരു കാർബൺ ന്യൂട്രൽ കപ്പ്, ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ലോകകപ്പ് കൂടിയാണ്. പലതുകൊണ്ടും സവിശേഷമാണ്. 2023 ഫിഫ വനിതാ ലോകകപ്പ് കൂടി ആലോചിക്കുക. ആ ഫിഫ വനിതാ ലോകകപ്പ് ഓസ്ട്രേലിയയിലാണ്, ന്യൂസിലൻഡിലുമാണ് നടന്നത്. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമാണ് നടന്നത്. സ്പെയിൻ ആയിരുന്നു കിരീടം നേടിയത്. ഓക്കെ. കൂടുതൽ ക്ലാസ്സുകളുമായി അടുത്ത വീഡിയോ എത്തും. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അറിഞ്ഞോ, 10ാം ക്ലാസ് യോഗ്യതയുള്ള വിവിധ തസ്തികകളിലേക്കായി
10th പ്രിലിംസ് പരീക്ഷ വരുന്നു. 2024 ഡിസംബർ 28 ആദ്യഘട്ടം, മറ്റു ഘട്ടങ്ങൾ 2025 ജനുവരിയിലും. സെക്രട്ടേറിയറ്റിൽ ഓഫീസ് അറ്റൻഡന്റ്, മറ്റു വകുപ്പുകളിൽ ലബോറട്ടറി അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, അസിസ്റ്റന്റ് കീപ്പർ, കാർഷിക ഗ്രാമവികസന ബാങ്കിൽ പ്യൂൺ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്ക് ഒരൊറ്റ പരീക്ഷയായി വിവിധ ഘട്ടങ്ങളിലായാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള വിജയമന്ത്രം എന്താണ്? എന്താണ് അതിൻ്റെ ടോപ്പ് സീക്രട്ട്? 1. സിലബസ് അറിഞ്ഞിരിക്കണം. ആ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത് എന്നറിഞ്ഞിരിക്കണം. ഇവിടെ അത് മുൻകാല ചോദ്യങ്ങളും SCRT പാഠഭാഗവുമാണ്. 2. ദിവസേനയുള്ള ഒരു ലേണിംഗ് പ്ലാൻ വേണം. ആ ലേണിംഗ് പ്ലാനിനനുസരിച്ച് പഠിച്ചോ എന്നുറപ്പിക്കുവാൻ ദിവസേന പരീക്ഷകൾ അറ്റൻഡ് ചെയ്യണം. ആ പരീക്ഷകളിലെ നിങ്ങളുടെ പ്രകടനം വിലയിരുത്താൻ ഒരു പെർഫോമൻസ് അനാലിസിസ് വേണം. ആ പെർഫോമൻസ് അനാലിസിസിനനുസരിച്ച് നിങ്ങളുടെ പഠനം പുനഃക്രമീകരിക്കണം. 3. മോക്ക് എക്സാമുകൾ ചെയ്തിരിക്കണം. ഇതേ പരീക്ഷാ മാതൃകയിലുള്ള മോഡൽ എക്സാമുകൾ നിശ്ചിത സമയപരിമിതിയിൽ ചെയ്തു പരിശീലിക്കണം. ഇതെല്ലാം ഒരൊറ്റ കോഴ്സിൽ, അതും അഫോർഡബിൾ പ്രൈസ് ലഭിച്ചാലോ? 2000 മുതൽ ഇതുവരെ PSC ചോദിച്ച 10th പ്രിലിംസ് പരീക്ഷയിലെ മുഴുവൻ ചോദ്യങ്ങളും അവയുടെ വിശദീകരണവും SCRT കണക്റ്റഡ് ഫാക്ട്സും കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി ലളിതമായി വിശദീകരിക്കുന്ന വീഡിയോ ക്ലാസുകൾ, PDF നോട്ടുകൾ. ഈ പാഠഭാഗങ്ങളും വീഡിയോ ക്ലാസുകളും മൊഡ്യൂളുകളിലായി ക്രമീകരിച്ചുകൊണ്ടുള്ള ഡെയിലി ലേണിംഗ് പ്ലാൻ, ഡെയിലി ലേണിംഗ് പ്ലാനിനനുസരിച്ചുള്ള ഡെയിലി എക്സാംസ്, ആ എക്സാംസിലെ നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസ്, ഇത് കൂടാതെ 100-ലധികം മോക്ക് ടെസ്റ്റുകൾ. ഇതെല്ലാം ഒരൊറ്റ കോഴ്സിൽ, അതും അഫോർഡബിൾ പ്രൈസിൽ 499 രൂപയ്ക്ക്. മാത്രമല്ല, നിങ്ങളെ കാത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടിയുണ്ട്. ഇതിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ. ഇപ്പോൾ ഒരു സർപ്രൈസ് ഓഫറിൽ 499 രൂപയിലും താഴേക്ക് ഈ കോഴ്സ് സ്വന്തമാക്കൂ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. പഠനം തുടങ്ങൂ. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ.